ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CCB ടൂൾസ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസിനെ കുറിച്ചാണ്. ഇതുവരെ PSC പരീക്ഷകളിലായും CCB പരീക്ഷകളിലായും രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ച സെക്ഷൻസാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലത്തോളമായി നടന്ന സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 45ഓളം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ആകെ 60 സെക്ഷൻസ് മാത്രമേ ഈ 8 വർഷക്കാലമായിട്ട് ആകെ ചോദിച്ചിട്ടുള്ളൂ. അതിൽ 28 ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നവയാണ്. ആ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന രണ്ടോ അതിലധികമോ തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിരിക്കുന്ന 28 സെക്ഷൻസാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഏത് സഹകരണ മേഖലയുമായി അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏത് എക്സാമിന് പോയാലും ഏത് കോമൺ പരീക്ഷയ്ക്ക് പോയാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട 28 ആവർത്തിച്ച 5-6 തവണ വരെ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഖാദി ബോർഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ട്സ് ഓഫീസർ, അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അസിസ്റ്റൻറ്റ് എന്നീ പരീക്ഷകളിലൊക്കെ പ്രയോജനം ചെയ്യുന്ന, ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ച സെക്ഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ 28 സെക്ഷൻസ് എന്തായാലും പഠിച്ചിരിക്കണം, ഓർത്തിരിക്കണം. ഓക്കെ, എല്ലാവരും പറയുന്ന കാര്യമാണ് സെക്ഷൻസും റൂൾസൊന്നും ഓർത്തിരിക്കുന്നില്ല, പഠിക്കാൻ പാടാണ് എന്നൊക്കെ. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടോ അതിലധികമോ തവണ ചോദിച്ചവ, ഒരു തവണ മാത്രം ചോദിച്ച സെക്ഷൻസ്, ഇതുവരെ ചോദിക്കാത്ത സെക്ഷൻസ്, അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഞാൻ സെക്ഷൻസും റൂൾസും ഞാൻ ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ച് ചോദിച്ച 28 സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 2F ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് സെക്ഷൻ 2Fനെ കുറിച്ചാണ്. ഏകദേശം 3-4 തവണ ആവർത്തിച്ചൊരു ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 2F എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അല്ലെങ്കിൽ സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ 2F ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 2F ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അല്ലെങ്കിൽ സൊസൈറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത്. ഓർത്തിരിക്കണം, സെക്ഷൻ 2F. നമുക്കറിയാം സെക്ഷൻ 2 പറയുന്നത് ഡെഫിനിഷനുകളെക്കുറിച്ചാണ് അല്ലേ. സെക്ഷൻ 2-ലെ സബ്സെക്ഷനുകളായിട്ട് ഓരോരോ സൊസൈറ്റികളെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലേ. സെക്ഷൻ 2A അപ്പെക്സ് സൊസൈറ്റികളെ, സെക്ഷൻ 2Dയിൽ സെൻട്രൽ സൊസൈറ്റികളെ, അങ്ങനെ അങ്ങ് പോകുന്നു. അതിൽ PSC ആവർത്തിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഏതാണ്? സെക്ഷൻ 2F. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റികളെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2Fലാണെന്ന കാര്യം ഓർത്തിരിക്കുക. കാരണം അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്, കോപ്പറേഷൻ്റെ മർമ്മം എന്ന് പറയുന്നത് സെക്ഷൻ 2F ആണ്. അവിടെയാണ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നതും PSC അല്ലെങ്കിൽ CCB എക്സാമുകളിൽ അത് ആവർത്തിക്കുന്നതും. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, സെക്ഷൻ 2F കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റികളെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നു. അടുത്ത് സെക്ഷൻ 6 അല്ലെങ്കിൽ സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 6 പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, സെക്ഷൻ 6 മലയാളത്തിൽ 6 എന്ന് പറയും. അപ്പോൾ ആ 6-ൽ തന്നെയാണ് ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർത്തിരുന്നാൽ മതി. സെക്ഷൻ 6 ആ 6 സൂചിപ്പിക്കുന്നത് ആ 6-ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡാണ് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം രജിസ്ട്രേഷൻ. നമുക്ക് നേരെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെക്ഷൻ 6 നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും. ആ 6 കൊണ്ട് തുടങ്ങുന്ന വേർഡിലാണ് തുടങ്ങുന്നത് ഓർത്തിരുന്നാൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. നേരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അതിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ സെക്ഷൻ 6 എന്നുള്ളത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ സാധിക്കും. അടുത്ത് സെക്ഷൻ 7. ആ സെക്ഷൻ 6, 7, 8 എന്നുള്ളത് കണക്റ്റഡായിട്ടുള്ളതായതുകൊണ്ട് നമുക്കൊരു കഥ പോലെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു പ്രോസസ്സ് പോലെ പഠിക്കാൻ പറ്റും. എങ്ങനെയാണ്? സെക്ഷൻ 6 ഞാൻ നേരത്തെ പറഞ്ഞു, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നടക്കുക? അതെല്ലാം പരിശോധിച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരും അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയായിരിക്കും. അപ്പം സെക്ഷൻ 7 എന്താണ്? രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ. ഓക്കെ, ദെൻ സെക്ഷൻ 8 എന്താണ്? ആ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതാണ് സെക്ഷൻ 8. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 8-ൽ പറയുന്നത്. നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ കൊടുത്തു, അവരത് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കി രജിസ്ട്രേഷൻ നടത്തുന്നു.
അത് കഴിയുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓർത്തിരുന്നാൽ നമുക്കത് എന്തായാലും മറന്നു പോകാതെ പഠിക്കാൻ പറ്റും. കാരണം അതൊരു ഫങ്ഷൻ, ഒരു പ്രവർത്തനം പോലെ പഠിച്ചാൽ മതി. ആപ്ലിക്കേഷൻ കൊടുത്തു, അത് 6 സെക്ഷൻ 6. അത് കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ നടക്കുന്നു, അത് സെക്ഷൻ 7. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നു, അത് സെക്ഷൻ 8. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരുന്നാൽ നമുക്ക് മറന്നു പോകാതിരിക്കാൻ സാധിക്കും. ദെൻ സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്, ബൈലോസിൻ്റെ ഭേദഗതി സെക്ഷൻ 12. അത് നമുക്ക് പഠിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? സെക്ഷൻ 12 അല്ലേ? ഈ ബൈലോസ് ഭേദഗതി വരുന്ന ഏത് സാഹചര്യത്തിലാണ്? ഇത് പോരാ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പോരാ, വേറൊന്ന് വേണമെന്ന് വിചാരിക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴല്ലേ നമ്മൾ ഭേദഗതികൾ വരുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാം. 1 പകരം 2 എടുത്തു. 12 1 പകരം നമ്മൾ 2 എടുത്തു. അപ്പോൾ അതൊരു ഭേദഗതിയായില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് സെക്ഷൻ 12. ഇത് പോരാ എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഭേദഗതി ചെയ്തു, മാറ്റി എഴുതി, മാറ്റി വെച്ചു. അപ്പോൾ 1 പകരം നമ്മൾ 2 എടുത്തു. 1 പോരാന്ന് തോന്നിയപ്പോൾ നമ്മൾ 2 എടുത്തു. അങ്ങനെ ഭേദഗതി ചെയ്തു. അപ്പോൾ നമുക്കത് അങ്ങനെ പഠിക്കാൻ പറ്റും. അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് എന്ന് പറയുന്നത് സെക്ഷൻ 12 ആണെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കണം. ദെൻ അടുത്തത് സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പർഷിപ്പ്. എന്താ അതിൻ്റെ അർത്ഥം? മെമ്പേഴ്സിനെ പുറത്താക്കുക എന്നുള്ളതാണ്. എങ്ങനെ പുറത്താക്കാൻ സാധിക്കുക? അവരെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും? സെക്ഷൻ 17 പതിയെ ഇഴഞ്ഞു വന്നതുകൊണ്ടാണ് ആ മെമ്പർഷിപ്പ് എടുത്തു കളഞ്ഞത്, അയാളെ മെമ്പറിൽ നിന്ന് മാറ്റിയത്. സെക്ഷൻ 17 പതിയെ ഇഴഞ്ഞു വന്നതുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്. ആ എക്സ്പെൽഷൻ എന്ന വാക്കിന് അർത്ഥം അറിയാമെങ്കിൽ നമുക്കത് ആ 17 എന്ന നമ്പറിനോട് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 17 പതിയെ ഇഴഞ്ഞു വന്നതുകൊണ്ടാണ് അയാളെ പുറത്താക്കിയത്. എക്സ്പെൽഷൻ മീൻസ് പുറത്താക്കുക എന്നാണ്. അപ്പം എക്സ്പെൽഷൻ ഓഫ് മെമ്പർഷിപ്പ് സെക്ഷൻ 17 എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. അടുത്തത് സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 18 ആണെന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ തന്നെ ഏകദേശം 2 തവണയോളം CCB ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ്. ദെൻ സെക്ഷൻ 21 ഏകദേശം ഒരു 3-4 തവണ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 21 എന്താണ് പറയുന്നത്? വോട്ടിംഗ് പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. വോട്ടിംഗ് പ്രൊസീജിയറുകളെക്കുറിച്ചാണ് സെക്ഷൻ 21 പറയുന്നത്. സെക്ഷൻ 20 ആണെങ്കിൽ വോട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, ഓർത്തിരിക്കുക. സെക്ഷൻ 21 ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 21 ചോദിച്ചത് നേരെ ഡയറക്റ്റായിട്ട് വോട്ടിംഗ് പ്രൊസീജിയർ എന്നല്ല. എങ്ങനെയാണ്? ഏകദേശം 3-4 തവണയും ഒരേ ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റവും കൂടാതെ അതേ ഓപ്ഷൻ ഇട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം നമുക്ക് നോക്കാം. ഏകദേശം 3-4 തവണ ചോദിച്ച ചോദ്യമാണ്. ഇതേ രീതിയിൽ ഇത് തന്നെയായിട്ട് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? ആസ് പെർ ഡാഷ് സെക്ഷൻ എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ എക്സസൈസ് ഹിസ് വോട്ട് എന്നുള്ളതാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് വ്യക്തിപരമായി തൻ്റെ വോട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 21 നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കണം. ഇനിയും ഈ ക്വസ്റ്റ്യൻ കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാണ്. എന്തുകൊണ്ടാണ്? അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫ്യൂച്ചർ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായതുകൊണ്ട് തന്നെ നമുക്കത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വോട്ട് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോവും. സെക്ഷൻ ഓപ്ഷൻ എയിലേക്ക് ഓടിപ്പോവും. വോട്ട് എന്ന വേർഡ് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷൻ എ കറുപ്പിച്ചിരിക്കും. അല്ല, ഓപ്ഷൻ ബി ആണ്. 21 സെക്ഷനിലാണ് ഇങ്ങനെ പറയുന്നത്. മറന്നു പോകരുത്, പലർക്കും തെറ്റിപ്പോയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ വോട്ട് എന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ സെക്ഷൻ 20 ചാടും. അല്ല, സെക്ഷൻ 21 ഇത് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ എക്സസൈസ് ഹിസ് വോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 21 കാണാതെ അങ്ങ് പഠിച്ചു വച്ചേക്കുക. ഓക്കെ. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ് വിഡ്രോവൽ ചെയ്യുമ്പോഴുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 24 ഓർത്തിരിക്കണം. അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നത്? ഷെയർസ് വിഡ്രോ ചെയ്യാം. നമുക്കുള്ളത് 2 ഭാഗമാണെന്ന് ഓർക്കുക. നമുക്ക് കിട്ടേണ്ടത് 2%. പക്ഷേ നമ്മളത് 4% വേണം, അല്ലെങ്കിൽ 4% വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പോൾ 2 കിട്ടേണ്ടടുത്ത് 4 വേണമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അത് കണക്ട് ചെയ്യാൻ സാധിക്കും. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിഡ്രോവൽ ഓഫ് ഷെയർസ് വിഡ്രോവൽ ചെയ്യുമ്പോഴുള്ള നിയന്ത്രണങ്ങൾ സെക്ഷൻ 24 2 കിട്ടേണ്ടടുത്ത് 4 വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആണ് അവിടെ നിയന്ത്രണങ്ങൾ വരുന്നത്.
എന്ന് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സിൻ്റെ മരണത്തോടനുബന്ധിച്ചുള്ള ഇൻട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 25. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും? ജൂബിലി, ഒരാൾ മരിച്ചു, നമ്മൾ ജൂബിലി ആഘോഷിക്കുമ്പോഴാണ്, സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോഴാണ് അയാൾക്ക് ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നാൽ നമുക്ക് സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സിൽവർ ജൂബിലിയുടെ അന്നാണ് അയാളുടെ ഷെയർസും ഇൻട്രസ്റ്റൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് എന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തതായിട്ട് സെക്ഷൻ 28. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 28 കാര്യം ഓർത്തിരിക്കുക. ഒരു സൊസൈറ്റിയിലെ ജനറൽ ബോഡിയാണ് കമ്മിറ്റിയുടെ ഫോർമേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ 5 വർഷത്തിൽ കുറയാതെയുള്ള കാലാവധിയിലേക്ക് അല്ലെങ്കിൽ ടേമിലേക്കാണ് ഒരു കമ്മിറ്റീനെ ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ദെൻ സെക്ഷൻ 28A കുറഞ്ഞതൊരു 4 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഏത് സെക്ഷനാണ് റിസർവേഷൻ ഓഫ് വുമൺ ആൻഡ് SC/ST മെമ്പറിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് എന്ന് 4-5 തവണ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 28A റിസർവേഷൻ ഓഫ് വുമൺ ആൻഡ് SC/ST മെമ്പർ. വനിതകളുടെയും SC/ST ഗണത്തിൽപ്പെട്ട ആൾക്കാരുടെയും റിസർവേഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 28A ആണെന്ന കാര്യം ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡിയെ കുറിച്ചുള്ളതാണ്. സെക്ഷൻ 29 ഏതാണ്? ആനുവൽ ജനറൽ ബോഡിയാണ്. സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് സെക്ഷൻ 29 ആണോ 30 ആണോ ആനുവൽ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി എന്നുള്ളതാണ്. അത് നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, എപ്പോഴും എന്തായാലും കൂടേണ്ടത് ആനുവൽ ജനറൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കും ആദ്യത്തേത്. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി, അത് കഴിഞ്ഞേ ഉള്ളൂ സ്പെഷ്യൽ ജനറൽ ബോഡി എന്ന കാര്യം ഓർത്തിരിക്കുക. ആനുവൽ ജനറൽ ബോഡി എല്ലാ വർഷവും കൂടേണ്ടതാണ്. പക്ഷേ സ്പെഷ്യൽ ജനറൽ ബോഡി അങ്ങനെയല്ല, എന്തെങ്കിലും പ്രധാനപ്പെട്ട സാഹചര്യം വന്നാൽ മാത്രമേ സ്പെഷ്യൽ ജനറൽ ബോഡി കൂടാറുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യത്തേത് ആനുവൽ ജനറൽ ബോഡി ആണെന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് സെക്ഷൻ 29 തന്നെയാണ് ആനുവൽ ജനറൽ ബോഡി എന്ന് ഓർത്തിരിക്കാം. സെക്ഷൻ 30 എന്നുള്ളത് സ്പെഷ്യൽ ജനറൽ ബോഡി ആണെന്ന് ഓർത്തിരിക്കാം. ദെൻ സെക്ഷൻ 34 സെക്യൂറിങ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്യൂറിങ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് സെക്ഷൻ 34 പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 56 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റായിട്ട് ഈ ഇടയ്ക്ക് 2019 തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സെക്ഷൻ 62. സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് പറയുന്നത്. ഗ്രാറ്റുവിറ്റി സെക്ഷൻ 62. സെക്ഷൻ 65 ഇൻക്വയറിയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്വയറി ഓഫീസറെ ഏത് സെക്ഷൻ പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും സെക്ഷൻ 65. 2 രീതിയിലും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സെക്ഷൻ 65 ഇൻക്വയറിയാണ്. ഇൻക്വയറി ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും സെക്ഷൻ 65 പ്രകാരമാണ്. ഇൻക്വയറി ഓഫീസറെ നിയമിച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 65 പ്രകാരം 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സെക്ഷൻ 65 എൻക്വയറിയെക്കുറിച്ചാണ് പറയുന്നത്. എൻക്വയറി ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെക്ഷൻ 65 പ്രകാരമാണ്. അപ്പോയിൻറ്റ് ചെയ്ത എൻക്വയറി ഓഫീസർ അദ്ദേഹത്തിൻ്റെ ദൗത്യം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കണം. ഓക്കെ, ദെൻ സെക്ഷൻ 68 സർചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളൊക്കെ ഈ ഇടയ്ക്കും ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 68 സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് സർചാർജിനെ കുറിച്ചാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ സെക്ഷൻ 68A വിജിലൻസ് ഓഫീസർ. ഓക്കെ, 68 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ A ആണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. വിജിലൻസ് ഓഫീസറാണ്. അപ്പോൾ വിജിലൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും A ഗ്രേഡ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം വിജിലൻസ് ഓഫീസർ 68A വിജിലൻസ് ഓഫീസറാണ്. സെക്ഷൻ 68A പ്രതിപാദിക്കുന്നത് വിജിലൻസ് ഓഫീസറാണെന്ന് കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 68 സർചാർജ് ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 69 ആർബിട്രേഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 69. ആർബിട്രേഷൻ സെക്ഷൻ 69. സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ആർബിട്രേഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. പക്ഷേ ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും:
ഓപ്ഷൻ എ 69/70, ഓപ്ഷൻ ബി 70/71, ഓപ്ഷൻ സി 65/66. അപ്പോൾ രണ്ടെണ്ണം കൂടെ കൂട്ടിയാണ് പരീക്ഷകൾക്ക് ചോദിക്കുന്നത്. അപ്പം ഓർത്തിരിക്കുക, ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ആണ് സെക്ഷൻ 69ഉം 70ഉം. സെക്ഷൻ 70 എടുത്തും ചോദിച്ചിട്ടുണ്ട്. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ഏത് സെക്ഷനാണെന്നും ചോദിച്ചിട്ടുണ്ട്. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് സെക്ഷൻ 70 അത് ഒരു തവണയും കണ്ട് ചോദിച്ചിട്ടുള്ളൂ. 3-4 തവണ സെക്ഷൻ 69ഉം 70ഉം കൂടെ ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം. ആർബിട്രേഷൻ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡൺ ആസ് പെർ ഡാഷ് സെക്ഷൻ ഓഫ് KCS ആക്ട്. അപ്പം സെക്ഷൻ 69ഉം സെക്ഷൻ 70ഉം എന്നാണ് 3 തവണയും ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 69ഉം 70ഉം ആർബിട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം 69ഉം കൂടെ വേറെ നമുക്കറിയാത്ത 72, 73 എന്നൊക്കെ തരും. അപ്പോൾ അത് മാറിപ്പോകരുത്. 69ഉം 70ഉമാണെന്ന് ഓർത്തിരിക്കുക. 70 സെപ്പറേറ്റ് എടുത്തും ചോദിച്ചിട്ടുണ്ട്. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 70A 4-5 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 70. എന്താണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്? അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാമെന്ന് തോന്നുന്നു. 69 ആർബിട്രേഷനാണ്, 70 ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ 70A എന്ന് പറയുന്നത് ആർബിട്രേഷൻ കോർട്ടാണെന്നും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കണം. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 74 സൊസൈറ്റികളുടെ ക്യാൻസലേഷനെ കുറിച്ച് പറയുന്നത്. അത് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷയിലും ചോദിച്ചായിരുന്നു. സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി. ദെൻ സെക്ഷൻ 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ CCUവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 88 എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ സെക്ഷൻ 89 ഈ 8 വർഷക്കാലവും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഈ 45 ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിച്ച സെക്ഷൻ 89. ഏകദേശം ഒരു 10-11 തവണ ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യനാണ് സെക്ഷൻ 89 ഏതിനെ പ്രതിപാദിക്കുന്നത്. എന്താണ് സെക്ഷൻ 89 ഉൾക്കൊണ്ടിരിക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 89. എന്തായാലും പഠിച്ചിരിക്കും. കാരണം CSB ആയിക്കോട്ടെ, PSC എക്സാം ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ 89 എന്താണ് എന്നുള്ളതാണ്. സെക്ഷൻ 89 പ്രതിപാദിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചാണെന്ന് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച സെക്ഷനും സെക്ഷൻ 89 കാര്യം ഓർത്തിരിക്കുക. ദെൻ സെക്ഷൻ 90 കോപ്പറേറ്റീവ് സൊസൈറ്റി അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് പ്രതിപാദിക്കുന്ന സെക്ഷൻ 90 ഓർത്തിരിക്കുക. 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 90 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലാണ് അഫിലിയേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ സെക്ഷൻ 109 ഏകദേശം 4-5 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 109 പവർ ടു മേക്ക് റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവറിനെ കുറിച്ച് പറയുന്നതാണ്. സെക്ഷൻ 109 ആർക്കാണ് ആ പവർ? ഗവൺമെൻറ്റിനാണ്. അപ്പോൾ 2 രീതിയിൽ ആ ചോദ്യം ചോദിക്കാം. സെക്ഷൻ 109 പ്രകാരം ആർക്കാണ് റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ? ഗവൺമെൻറ്റിനാണ്. ഏത് സെക്ഷനിലാണ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ നൽകുന്നത്? അത് സെക്ഷൻ 109. അങ്ങനെ പല രീതിയിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക മീൻസ് അതെങ്ങനെയൊക്കെ ചോദിക്കാം എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പരീക്ഷാ ഹാളിൽ തെറ്റിപ്പോകത്തില്ല, കൺഫ്യൂഷൻ അടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. പരീക്ഷാ ഹാളിൽ നമുക്ക് ആ ആൻസറിനെ ആ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത 2 അതിലധികമോ തവണ ചോദിച്ച അല്ലെങ്കിൽ ആവർത്തിച്ച 28 സെക്ഷൻസ് പഠിച്ചു. നിങ്ങളും അത് ഓർത്തിരിപ്പുണ്ട്. നിങ്ങളും അത് ഇനി ഒരിക്കലും മറന്നു പോകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി വരുന്നവരെ താങ്ക് യു.